your mother did to me. See, Daddy, na? ജൂലി, ഇന്നലെ നീ റിച്ചാർഡ് ഡാൻസ് ചെയ്യായിരുന്നെന്താ? അവർ തമ്മിൽ പിണക്കമാണോ മമ്മി? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നീ അവനെ തിരിഞ്ഞു നോക്കില്ല. യു ആർ ആഫ്റ്റർ ദ ഇന്ത്യൻ ബോയ്. മാനേഴ്സിനെ പറ്റി മമ്മി പറയാറില്ലേ? വിളിച്ചു പോകാതിരിക്കാൻ പറ്റുമോ മമ്മി? ആ റിച്ചാർഡ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ലേ? അവനെ വിട്ടിട്ട് ആ ഇന്ത്യൻ ചെറുക്കനോട് ഡാൻസ് ചെയ്യാൻ പോയതിനാ? ബി കെയർഫുൾ. What do you want? അയ്യോ, ആരെയും കാണാനിറങ്ങിയതല്ല, ഞാൻ സായിപ്പിനെ തന്നെ കാണാനിറങ്ങിയതാണ്. For what? അയ്യോ, ആളുകൾ വെറുതെ പറയുന്നതാണ്. ഒരിക്കലും ഞാൻ തൊട്ടതല്ല, അറിയാതെ കൈകൊണ്ട് തട്ടിപ്പോയി. You fool! അയ്യോ, അതും വെറുതെ പറയുന്നതാണ്. എന്റെ പൊന്ന് സായിപ്പേ, ആ കൊച്ചുമതാമയുടെ പാവാടമ്മ എന്റെ കൈകൊണ്ട് അറിയാതെ തട്ടിപ്പോയി, അത്രേ ഉള്ളൂ. ആടെ താനെന്നെ വിളിച്ച എന്തിന്? അല്ല, കടയിലെ പച്ചെന്താണ് നിർത്തിക്കളഞ്ഞത്. കടം പറ്റിയ കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കിട്ടിയാ കൊള്ളാം. പണം കിട്ടുമ്പോ തന്റെ പണം തിരിച്ചു തന്നേക്കാം. മേലാൽ തന്റെ കടയിൽ നിന്ന് എനിക്ക് പറ്റൊരുവും വേണ്ട. അണ്ടർസ്റ്റാൻഡ്? അയ്യോ, Julie! Julie? Hey, what happened to you? Julie, where were you? Why? ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. I know your friend. Who? Your new friend? Cut it. എന്നാലേ നിന്റെ ഫ്രണ്ടിന്റെ ഡാഡി വന്നിട്ടുണ്ട്. ആര്? നിന്റെ വാരിയർ അങ്കിൾ. ഓ, വാരിയർ അങ്കിൾ. ഐലിൻ, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഡാഡി കുടിക്കാതിരിക്കാൻ ഉപദേശിക്കാൻ. ആ, ഉപദേശിക്കുന്നുണ്ട്, ശരിക്കും ഉപദേശിക്കുന്നുണ്ട്. യു ആർ റിയലി മിസ്യൂസ്. ജൂലി, സാർ വന്നപ്പോൾ മുതൽ നിന്നെ അന്വേഷിക്കായിരുന്നു. ഗുഡ് ഈവനിങ് ജൂലിയറ്റ്. ഗുഡ് ഈവനിങ് അങ്കിൾ. ജൂലിയറ്റിന്റെ ഡാഡിയെ ഉപദേശിക്കാൻ വന്ന അങ്കിൾ ഈ കണ്ടീഷനിലെത്തി. സാർ, ഒരു എഞ്ചിൻ ഡ്രൈവർ ഡ്യൂട്ടിക്ക് പോകുന്നത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. വിമാനം ഓട്ടിക്കുന്ന പൈലറ്റിനും കാർ ഓട്ടിക്കുന്ന ഡ്രൈവർക്കും അവർ ഓട്ടിക്കുന്ന വാഹനത്തിന് പോലും ഒരു നിയന്ത്രണമുണ്ട്. ഞങ്ങള് വെറും പച്ചക്കൊടിയിൽ വിശ്വസിച്ച് മുമ്പ് കാണാതെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടേ. ഇതൊന്നും അമിതമായി മദ്യപിക്കുന്നതിനുള്ള എക്സ്ക്യൂസ് അല്ല മിസ്റ്റർ മോറിസ്. ഹെൽത്ത് സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാർ, ഒരു ബാസായ സാറ് എന്റെ വീട്ടിൽ വന്ന് ഈ എളിയ സൽക്കാരം സ്വീകരിച്ചതിന് ഞാൻ എന്നും ബോസും കീഴ് ജീവനക്കാരനും ഒക്കെ ഓഫീസിൽ. ഇവിടെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുകയാണ്. ഞാൻ വരട്ടെ. ജോലി ഡോണ്ട് വറി, ഡാഡിയുടെ കുടി നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഹെൽത്ത് വളരെ മോശം. എന്ത് ചെയ്യാം? നല്ല ആഹാരങ്ങൾ കൊടുക്കണം. മമ്മിയോട് പ്രത്യേകം പറയണം. ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ ആവട്ടെ. ജൂലി, ഹായ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗ ആർ യു? ഫൈൻ. ഹലോ ശശി, Hello. ചേട്ടൻ പോവാണ്. ഓ, ഐ സി.
ജൂലി ഇവിടെ? ഡാഡി ഈ വണ്ടിയിലാണോ? അല്ല, ഒരാളെ കാണാൻ മമ്മി പറഞ്ഞയച്ചു. ഞാൻ പോട്ടെ അങ്കിൾ. ബൈ ബൈ. ഞാൻ പോട്ടെ. ആ വണ്ടി വന്നു. ജൂലി, ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളോട് എനിക്ക് സ്നേഹമാണ്. ഓ മൈ ഡിയർ. റിച്ചേർഡ് കരുതും പോലുള്ള സ്നേഹമല്ല. ജൂലി, ദാറ്റ്സ് മൈ നെയിം. റിച്ചേർഡ്, എനിക്ക് നിങ്ങളോട് പ്രേമൊന്നുമില്ല. ഇല്ല, അതെനിക്കറിയാം. നീ പച്ചട പറയാ വാല് മാറ്റി നടക്കല്ലേ. ഐ നോ. ഓടി വല്ലവൻ നിന്നെ ചത്ത എലിയെ പോലെ കാലുകൊണ്ട് തൊണ്ടി ദൂരെ എറി. ബ്ലഡി. ഷട്ട് അപ്പ് റിച്ചേർഡ്, മൈൻഡ് യുവർ വേർഡ്സ്. ഓൾ റൈറ്റ്. പെട്ടെന്ന് പുറപ്പെടേണ്ടി വന്നു. ഡാഡി എവിടെ? ഡാഡി ഇപ്പൊ വേണ്ടി വരും. മെയിലാണല്ലോ ഞാൻ വന്നത്. ഓ, ഡാഡി അതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചേ. ഡാഡി പതുക്കെ വരും. ജിമ്മി ക്രിസ്മസിന് വരുമെന്ന് ഞങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചു. ഓഹോ, ജിമ്മി, എനിക്ക് എന്ത് പ്രസന്റ് കൊണ്ടുവന്നു? ജിമ്മി, എനിക്ക് എന്താ ചേട്ടാ കൊണ്ടുവന്നു? എല്ലായിടത്തും പ്രസന്റേഷൻ കൊണ്ട് എല്ലാ കാര്യം ജിമ്മി, നമ്മള് കാറ് വാങ്ങിയിട്ടുണ്ട്. കാറോ? ആ കാറ് പറയാനേ ഒരാളോ അനങ്ങില്ല. അത്രയ്ക്ക് കണ്ടീഷനാണോ? You have forgotten your father, my son. You have forgotten your father, my son. You forgotten your father. No, ക്രമത്തിലേറെ കുടിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കും. ഇന്ന് എന്റെ മകൻ വന്ന ദിവസമാണ്. നീ ആരെ ചോദിക്കാൻ? ഞാൻ കുടിക്കും. എന്റെ മകൻ വന്ന ദിവസമാണ്. ആര് ചോദിക്കും? ജിമ്മി, ക്രിസ്മസിന് വരാതെ ഇപ്പൊ പെട്ടെന്ന് വന്നതെന്താ? I am going to UK. പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചെന്നാൽ ഉടൻ ജോലി അവിടെ സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ എന്റെ പ്ലാൻ. Oh, you go, my son, you go soon. എന്റെ ഡാഡിയുടെ റിലേറ്റീവ്സ് മുഴുത്ത യുകെയിലാണ്. ഈ നാട്ടിൽ കിടന്ന് നശിക്കാതെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. You are go. I am not coming. ഞാൻ വരുന്നില്ല. You are go. I am not coming. I am not coming. ഞാൻ ഏതായാലും പോവും. എന്റെ അങ്കിൾസ് എല്ലാരും അവിടെയാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം പോയാൽ പിന്നെ നമുക്കിവിടെ എന്താണ് സ്ഥാനം? അന്ന് നമ്മുടെ ആളുകൾക്ക് എല്ലാം ഇവിടെ ജോലി കിട്ടുമായിരുന്നു. ഇന്ന് എനിവേ ഐ വിൽ ഗോ. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യം ഇതാണ് മമ്മി. ഞാൻ ജോലി ചെയ്ത കാലത്തെ ഇൻഷുറൻസും ഗ്രാറ്റുവിറ്റി ഒന്നും എനിക്ക് കളയാൻ സാധ്യമല്ല. അതൊക്കെ ഞാൻ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് ആലോചിച്ചാൽ മതി. നീ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ എനിക്ക് കാണാനൊക്കെ എനിക്ക് കുടിക്കണം. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ഞാൻ ഒന്നാം തരം വിസ്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫോറിൻ വിസ്കി. My son, my son, you are great. You are great. Daddy. You are great.
മോർണിംഗ് ജോലി. അങ്കിളിന്ന് അടുക്കള പണിയാ. ഞാൻ നല്ലൊരു പാചകക്കാരനും കൂടിയാ. പുറത്താരോടും പറയരുത്. എന്നെ പോലുള്ള റെയിൽവേ ഓഫീസർ അടുക്കള പണി ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മഹാമോശ. ഉഷവാണി കൊപ്പ ബാക്കി ജോലി ഞാൻ ചെയ്തോളാം. ആന്റി എവിടെ അങ്കിൾ? എന്റെ വാരശിയാര് ഇനി 4 ദിവസത്തേക്ക് അടുക്കള കയറില്ല. ഓ ജിമ്മി ഹാസ് ഗോൺ. എവിടെ? ഇംഗ്ലണ്ടിൽ. ഞങ്ങൾ എല്ലാം അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ജൂലിയും എല്ലാവരും പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇക്കൊല്ലം പാസ്സായി കഴിഞ്ഞാൽ ശശിചേട്ടൻ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്. ബ്രദറിന്റെ അടുത്തുണ്ടോ? എന്ത് വേണോ അറിഞ്ഞിട്ട്? അത്രേ ഉള്ളൂ. ഇങ്ങോട്ടൊന്ന് നോക്ക്. കള്ളി, അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എന്താ ഞാൻ എല്ലാം കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ചേട്ടനെ യാത്രയാക്കാനെന്ന് മനസ്സിലായി. ലേറ്റ് ഒന്നുമല്ല, അവിടെ നിൽക്ക്, ഓടാതെ. ആ ചേട്ടന്റെ എഴുത്തുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് ഞങ്ങളും ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാകും. ജൂലിയോട് പ്രത്യേകം ചോദിച്ചു. ജിമ്മിക്ക് വേഗം ജോലി കിട്ടൂലേ? ജൂലിയോട് ചേട്ടൻ പ്രത്യേകം ചോദിച്ചതാ എഴുതിയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇംഗ്ലണ്ടിൽ പോകും. ആ മതിയടി അഭിനയം. ആ കാര്യമൊക്കെ ശരി. എന്റെ ചേട്ടൻ ഒരു ചട്ടക്കാരി പെണ്ണിന്റെ പിറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എന്നെ ആക്ഷേപിക്കരുത്. കഴിഞ്ഞതൊക്കെ തേച്ച് മായ്ച്ചു. അയ്യോ വടി ഇടിയൊക്കെ എന്തിനാണ്? ഞമ്മള് മാപ്പാക്കാൻ പറഞ്ഞതല്ലേ. അല്ലോ നമ്മൾ കാശിനൊന്നും വന്നതല്ല. സായിപ്പേ, ഞമ്മക്ക് ബസക്കേടില്ല ഈ സാധനം കിട്ടി. കടയിലേക്ക് ചരക്ക് എടുത്തപ്പ ഒരുത്തൻ പെർസെന്റ് ചെയ്തതാണ്. എന്താണ് ഇത്? ബിസ്കിയാ? എന്തോന്ന് ബ്രാൻഡ്? യമണ്ടൻ. അല്ല, ഇത് നല്ല ബ്രാൻഡാണല്ലോ. ഞമ്മ ഇത് കഴിക്കൂല, ഹറാമാണ്. അല്ല, ഹറാമാണ്, ഞമ്മക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ബുദ്ധി ആലോചിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടത് ആരാണെന്ന് ആലോചിച്ചപ്പോ സാഹിബിന്റെ പേര് കിടക്കണം. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മോളെ, മമ്മിയെ വിളിക്ക്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറ. വണ്ടർഫുൾ വിസ്കി. വണ്ടർഫുൾ വിസ്കി. എന്താ മനസ്സിലായി? അല്ല, ഇപ്പൊ പറഞ്ഞത് നല്ല 1ാം ക്ലാസ് വിസ്കിയാണ്. അതെ, മണ്ടനല്ലേ? മിസ്റ്റർ റഹീം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? നോക്ക്. നമുക്ക് മേലാൽ റഹീമിന്റെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് തന്നെയുമല്ല, അവിടെ കൊടുക്കാനുള്ള കാശ് കുറേശ്ശെ കൊടുത്ത് തീർക്കുകയും വേണം. ഡാർലിംഗ്, റഹീമിന് എന്തുകൊണ്ട് കൂടി ഇനിയും പറഞ്ഞില്ല? അല്പം മാനേഴ്സ് വേണ്ട. ഞമ്മക്ക് ഇപ്പൊ കുറച്ച് കുടിച്ചു. ഞമ്മക്ക് ആറാമാണ്. ഇനി സായിപ്പിന് ഭയക്ക് വേണ്ട. ഞമ്മ ഒരു കഷ്ണം ഇറച്ചി തിന്നോ? നല്ലൊരു കഷ്ണം ഇറച്ചി അമ്മ നല്ല 1ാം ക്ലാസ് പന്നി ഇറച്ചിയാണ്. ഡാർലിംഗ്, നീ കുറച്ച് കുടിക്കണം. ഇന്ന് റഹീമുമായിട്ടുള്ള വഴക്ക് തീർത്ത നല്ല ദിവസം. കുടിക്കണം. വേണ്ട, ഞാൻ കുടിക്കാം. സായിപ്പേ, ഞമ്മള് കടയിലേക്ക് ഒന്ന് പോകും. പോട്ടെ മദാമേ, കൊച്ചു മദാമേ, നമ്മള് പോയിട്ട് വരാം. കുടിച്ചത് മതി. എനിക്കൊന്ന് കുടിക്കണം. കുടിച്ച് പട്ടിയെപ്പോലെ റോഡിൽ വീണ് ചാവേ ഉള്ളൂ. എനിക്കൊന്ന് കുടിക്കണം. എനിക്കൊന്ന് ഡാൻസ് ചെയ്യണം. ഞാൻ ഇന്ന് ഡാൻസ് ചെയ്യും. ഞാൻ 3 കഴിക്കലെന്ന് പറഞ്ഞ കേൾക്കില്ല.
ഡാഡി രാത്രിയിലേക്കുള്ള ഭക്ഷണം മടങ്ങി വരുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. പുറത്തിന് എന്നെ ഒന്നും കഴിക്കേണ്ട ഡാഡി. നോ ഡൗട്ട്. ഡാഡി പ്ലീസ് ഹീരാഫ്റ്റർ ഡോണ്ട് ഡ്രിങ്ക്. എന്തിനാ ഈ മനുഷ്യൻ മദ്യം കഴിക്കുന്നത്? എനിക്ക് എന്ത് സുഖം ഈ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യൻ ലിവർ സൂപ്പ് വാങ്ങിച്ച് കഴിക്കരുത്. പക്ഷെ ഡാഡിക്ക് ഇപ്പൊ എപ്പോ മൗനമാണ്. എന്നാലെന്താ, എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നു. അടുത്ത ക്രിസ്മസിന് പോലും ഞാൻ മദ്യം കഴിക്കില്ല. ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ല. ആ മദ്യം കഴിച്ചാലുള്ള കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ജൂലി, നിന്റെ ഡാഡിക്ക് കുറച്ച് ലിവർ മേടിച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നീ രാത്രി പോകുമ്പോ എടുത്തോണ്ട് പോ. പിന്നെ നീ ഇന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. മിസ്റ്റർ പിള്ളയെ ഞാൻ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ മാം. ജൂലി, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? ഞാൻ നോക്കില്ല. യു ഗോ ആൻഡ് സീ.